ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? കണ്ട ഞങ്ങളുടെ മിട്ടു അവിടെ തന്നെ ഇരിക്കണ്ടേ. പിന്നെ രാവിലെ ഞാൻ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും തക്കാളിക്കറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെ ബിസ്ക്കറ്റിൽ കളിക്കുന്ന തിന്നാൻ തന്നപ്പോ ആരെങ്ങനെയൊക്കെ കാട്ടി? ആരെ കാട്ടി? ആരെ കാട്ടി? ആരെ കാട്ടി? ഇതെന്താ ഇവിടെ കോലം? ഒരാൾക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തതിൻ്റെ കോലമാണ് ഗൈസ് ഇങ്ങനത്തെ കാണുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഐസു ബേബിയും കൂടി പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരു പട്ടി അവിടെ നിൽക്കണു. എന്തോ ഒരു സംശയം തോന്നി നോക്കിയപ്പോഴാണ് നമ്മുടെ മിട്ടു പേടിച്ച് അവിടെ മാറിയിരിക്കുന്ന ആൾക്ക് പട്ടീനെ ഭയങ്കര പേടി. പിന്നെ നിങ്ങളെല്ലാവരും കഴിച്ചോ? ഞങ്ങളവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറുണ്ട്, പിന്നെ തലേന്നത്തെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് വെച്ച പരിപ്പും മുരിങ്ങയിലയും കറി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി. പിന്നെ ഇന്ന് നല്ല ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ട് കുറുക്കി കറി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ. ഇപ്പം അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചൂര മുളകിട്ടതും കൂടി ഉണ്ടായിരുന്നേ. പിന്നെ അതേപോലെ ഈ പാൽച്ചേമ്പിൻ്റെ കൂട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സാധനം തീരെ ഇഷ്ടമല്ല, ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നേ. എല്ലാം കൂടി കൂട്ടി നല്ലൊരു കുശാല പിടിപിടിച്ചു. പിന്നെ നല്ലൊരു ഉറക്കം എണിച്ചപ്പോൾ നല്ല ചൂട് ചായ ഏലാഞ്ചി ഉണ്ടായിരുന്നു. അതിങ്ങനെ കഴിച്ചുകൊണ്ട് പുറത്ത് നോക്കിയപ്പോൾ എന്താ മഴ. നിങ്ങൾ തന്നെ കേട്ട് നോക്ക് ഗൈസ്, ആ മഴയുടെ ഒരു സൗണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് പതിച്ച് മണി കിടക്കാനും ഇഷ്ടം. പക്ഷേ എന്തോ കുറച്ച് ഒരുമ്പിൽ ഉറങ്ങി നീച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഞങ്ങൾ ഫലാഫൽ റോൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഞങ്ങൾ അതിന് മുമ്പ് ഒരു ഫിറ്റ് ചെക്ക് ചെയ്താണ് ഗൈസ്, വേറൊന്നുമില്ല. പോണത് അങ്ങനെ മഴ ഒന്ന് തോർന്നു കഴിഞ്ഞതും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. വേഗം പോയി ഓർഡറൊക്കെ കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓർഡറാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഭയങ്കര സ്പീഡാണ്. അതിനനുസരിച്ച് അവിടെ തിരക്കുണ്ട് കേട്ടോ. റൊമാലി വെച്ച് അതിൽ മയോ പിന്നെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഫ്രഞ്ച് ഫ്രൈസും ലെറ്റ്യൂസും ചിക്കനാണ് ചിക്കൻ, ഫലാഫിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ടൊമാറ്റോ സോസും മയോണൈസൊക്കെ അത്യാവശ്യത്തിന് ഇട്ടിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു നല്ലൊരു ജംബോ റോളാണ് കേസ്, രണ്ടാൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ആൾ വേഗം ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം കഴി തന്നിട്ടുണ്ടായിരുന്നു. കിട്ടുമൊക്കെ ഞങ്ങൾ അപ്പം തന്നെ വീട്ടിൽ വന്നു കേട്ടോ. അന്ന് കഴിക്കാൻ അനിയന്മാർ കഴിക്കാൻ തുടങ്ങി. ബിക്കോസ് ഞങ്ങളൊരു 3/4 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാനും കഴിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓൾറെഡി ഞാൻ ചിക്കൻ ലവറാണ്. എനിക്ക് ഇതും കൂടി കഴിച്ചപ്പോൾ അത് തൃപ്തിയായി ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ ഒരു സിനിമ ഇട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. എന്ത് പൊന്നു എന്താ കഴിച്ചു? നമ്മുടെ ഐസു ബേബി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ കളിക്കായിരിക്കും കേട്ടോ. ആളുടെ പിന്നെ എന്തെങ്കിലും ഒരു സാധനം കളിക്കാൻ കിട്ടിയാൽ അതിനെ കുറച്ച് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, കുറച്ച് നിലത്ത് തട്ടി നോക്കും, കൊട്ടി നോക്കും. അത് എന്തെങ്കിലും ആവുണ്ടോയെന്നൊക്കെ ആയിരിക്കാം. ആൾക്ക് തന്നെ എന്തെങ്കിലും കളിക്കാൻ കിട്ടിയാൽ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ മിട്ടുപൂച്ച അവിടെ ഉണ്ട് കേട്ടോ. ആൾ നല്ല സുഖം ഉറക്കത്തിലാണ്. ആൾക്ക് മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല, എപ്പോഴും ഉറങ്ങണം, അതാണ് ആളുടെ പണി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണാണ്ടും ബേബി പട്ടിച്ചോടുന്നുണ്ട്. ഇതാരും മീൻ്റെയൊക്കെ ഒന്നും വേണ്ട, എനിക്ക് കണ്ണാടി കണ്ട് അങ്ങനെ നോക്കണം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞങ്ങളുടെ മണി പ്ലാന്റ്സ് ഉണ്ട് ഗൈസ് അവിടെ. പിന്നെ വന്നേക്ക് ഐസ് ബേബിൻ്റെ കളി വീണ്ടും തീർന്നിട്ടില്ല. അങ്ങനെ കള്ളിപ്പണിനെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ഞാൻ ജസ്റ്റ് ടേബിളിൻ്റെ അവിടെ പോയപ്പോഴാണ് ഈ 2 സാധനം കണ്ടത്. എൻ്റെ ചക്കവെറ്റിലാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. എത്ര പേർക്ക് ചക്കവെറ്റിൽ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതിങ്ങനെ നോക്കിയിട്ട് സമയം നോക്കിയപ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ മഴ പെയ്യുമ്പോൾ മാത്രം ഈ ബാക്ക് സൈഡിലുണ്ടാകുന്ന വോയിസ് ആട്ടത് എനിക്ക് ഭയങ്കര പേടി വെച്ചാൽ. പിന്നെ ചോളവും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര നിശബ്ദമായൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരും ഇവിടെ ഒരു 9 മണിയാകുമ്പോഴേക്കും കിടക്കും. ഞങ്ങളാ വഴുകുന്നത്. ഇതെന്താണെന്നറിയാം, വീട്ടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഉമ്മ ചെടിപ്രാന്തി കണ്ട. പിന്നെ ഇങ്ങനെ വീട് ഫുള്ളും ചെടി വയ്ക്കും. പക്ഷെ നല്ല രസമാണ് കാണാൻ. ആൾ പിന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ ചെടിയൊക്കെ. അവിടെ 2 സൈക്കിൾ നിർത്തിയിട്ടിട്ടുണ്ട്. എല്ലാ വീട്ടിലും ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടാവും, ഏതെങ്കിലും 1-2 വീട്ടിലെ ലൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ മേളിലൊരു അത്യാവശ്യത്തിന് പോയിട്ട് ഇറങ്ങി വരികയാണേ. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് നോക്കണം, എന്താ പറയുക, എൻ്റെ തുണി അവിടെ കുടുങ്ങി കേസ്. ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ തുണി ആരെ പിടിച്ച് വലിച്ചു, ഇത് പേടിച്ച് തിരിഞ്ഞ് നോക്കിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഐസ് ബേബീൻ്റെ അടുത്ത് വന്നു. ആൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആൾക്ക് പിന്നെ ബിസ്ക്കറ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് കൊണ്ട് കൈ കൊടുത്തു. ആളുടെ കയ്യിലാണെങ്കിൽ കളിക്കുന്ന വേറൊരു സാധനമാണ്. ആദ്യമൊന്നും വാങ്ങിച്ചില്ല, പിന്നെ വാങ്ങിച്ചു. പിന്നെ അത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് ഉണ്ടേ എന്നൊക്കെ എനിക്ക് പൊക്കി കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്കുമ്പോൾ കണ്ട സമയം 10:30. നമ്മുടെ ഐസ് ബേബി നല്ല ഉറക്കത്തിലാട്ടാ. ആളെ തൊട്ടിയിലാണ് ഞാൻ എപ്പോഴും കിടത്താറ്. അലക്കി ഇട്ടുകൊണ്ട് അതിൽ കിടത്താൻ ഒരു വഴിയില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത് കിടത്താം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞിട്ടേ കിടത്തുള്ളൂ.
നല്ല സുഖമായിട്ട് ഞങ്ങളുടെ ഐസു ബേബി ഉറങ്ങുകയാണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.